നമസ്കാരം. വാഹനാപകടങ്ങൾ ഇപ്പോൾ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നവരുണ്ട്. അതല്ല, നിയന്ത്രണം വിട്ട വാഹനം മറ്റ് വാഹനങ്ങളെ കൂട്ടിയിടിച്ച് അപകടങ്ങളുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ബ്രസീലിലെ ഒരു നഗരത്തിൽ നടന്ന ഒരു വലിയ വാഹനാപകടമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി മാറിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം വലിയൊരു പാലത്തിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. പെട്ടെന്നാണ് ഒരു വലിയ ട്രക്ക് അമിതമായ വേഗത്തിൽ പാഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നത്. തുടർന്ന് ഈ ട്രക്ക് അതിലെ കടന്നു പോവുകയായിരുന്ന ഒരു കാറിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഈ ചുവന്ന നിറത്തിലുള്ള കാർ പറന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് പാലം തകർത്തുകൊണ്ട് താഴേക്ക് പോകുന്നതായിട്ടാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. തുടർന്ന് ഈ ട്രക്ക് വീണ്ടും തിരിഞ്ഞു വന്ന് മറ്റൊരു ട്രക്കുമായി കൂട്ടിയിടിച്ച് മറയുന്നതായിട്ടാണ് കാണുന്നത്. ഈ ട്രക്കിൽ നിറയെ തടികളാണ് കയറ്റിയിരുന്നത്. ഈ തടികൾ നാലുപാടും ചിതറി വീഴുന്നതും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇവിടെ രക്ഷാപ്രവർത്തനം വലിയ തോതിൽ നടന്നു. ബ്രസീലിലെ പോലീസൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ഇതിലേറ്റവും ആശ്വാസകരമായ കാര്യം, ഈ ലോറി ഇടിച്ചു തെറിപ്പിച്ച ചുവന്ന കാറിനുള്ളിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞുൾപ്പെടെയുള്ള 5 പേർ. അവരെല്ലാവരും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ ലോറി വന്ന് ഈ കാറിലേക്ക് ഇടിക്കുന്നതും ഈ കാറ് പാലവും തകർത്തോടെ താഴേക്ക് പറന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ അതിലാരും രക്ഷപ്പെട്ട് കാണില്ല എന്നായിരിക്കും നമ്മൾ പൊതുവെ കരുതുക. ഒരാൾക്ക് മാത്രമാണ് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റത്. ബാക്കി 4 പേർക്കും നിസ്സാര പരിക്കുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ച മറ്റൊരു വിചിത്രമായ കാര്യം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ തന്നെ ഈ വാഹനാപകടം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാർ ചെയ്തത് ഈ ലോറിയിൽ നിന്ന് പുറത്തേക്ക് വീണ തടിക്കഷ്ണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. നമ്മുടെ നാട്ടിൽ പലപ്പോഴും മദ്യം മറ്റും കയറ്റി വരുന്ന ലോറികൾ എവിടെയെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ ആ മദ്യക്കുപ്പി കൈക്കലാക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കുന്നത് പോലെ ഈ ലോറിയിൽ നിറയെ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളെല്ലാം തന്നെ നാട്ടുകാർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു ആൻറ്റി ക്ലൈമാക്സ്. ഏതായാലും ഈ വാഹനാപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രമാത്രം വേഗത്തിലാണ് ഈ ട്രക്ക് പാഞ്ഞു കയറുന്നത്. ഈ കാറുമായി ആദ്യം കൂട്ടിയിടിക്കുന്നതും പിന്നീട് ചെന്ന് മറ്റു ട്രക്കുമായി ഇടിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് ഞെട്ടലോടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഏതാണ്ട് 2 മണിക്കൂറോളം ഈ മേഖലയിൽ ഗതാഗതം നിലച്ചിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ഇത്രയും വലിയൊരു ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. കൂടാതെ ഇതിൽ നിന്നുള്ള തടി റോഡിലെല്ലാം തന്നെ ചിതറിക്കിടക്കുകയായിരുന്നു. അത് കാരണം വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇതിന് സമാനമായ മറ്റൊരു അപകടം നടന്നത്. ഹാംഷെയറിൽ വിദ്യാർത്ഥികളുമായി പോയ ഒരു ബസ് ഒരു പാലത്തിൻ്റെ കൈവരി ഇടിച്ചു തകർത്തുകൊണ്ട് പുഴയിലേക്ക് വീഴുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അന്നത്തെ ആ അപകടത്തിലും 19 പേർക്ക് പരിക്കേറ്റുവെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ ഹൈവേകളിലൂടെ അവർ നിശ്ചയിച്ച പ്രകാരമുള്ള വേഗതയിലാണ് വാഹനം ഓടിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഒരുപക്ഷെ കൂടുതൽ വേഗം ആവശ്യമായ സ്ഥലത്ത് കൂടി കടന്നു പോകുമ്പോഴായിരിക്കാം ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത്. ഈ ബ്രസീലിലെ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ബ്രേക്ക് പോയി എന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഞെട്ടലും ആശ്വാസവും പകർന്ന ഒരു അപകടമായിരുന്നു ഇത്.